വൈസ് ചാൻസലർ നിയമന വിവാദങ്ങൾക്കിടെ ഡിജിറ്റൽ സർവകലാശാലയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗം ഇന്ന് ചേരും. 3 മാസങ്ങൾക്ക് ശേഷമാണ് ഈ യോഗം ചേരുന്നത്. ഇപ്പോൾ സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വൈസ് ചാൻസലർ ഗവർണർക്ക് സമർപ്പിച്ചതും കേച്ചിപ്പ് നിർമ്മാണത്തിലെ അപാകതയും ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. റിനു ശ്രീധർ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത്. ഗുഡ് മോർണിംഗ് റിനു, വിവരങ്ങൾ പറയും. ഗുഡ് മോർണിംഗ് SKN. സാങ്കേതിക സർവകലാശാലയിലെ VC സിസ തോമസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിശ്ചിതത്വം നിലനിന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ 3 മാസമായി ഈ ഡിജിറ്റൽ സർവകലാശാലയിലെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗം ചേർന്നിരുന്നില്ല. ഇന്നിപ്പോൾ 3 മാസത്തിന് ശേഷം യോഗം ചേരുന്നു. രാവിലെ 11 മണിക്ക് യോഗം ചേരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ ഈ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വൈസ് ചാൻസലർ നൽകിയിരുന്നു ഗവർണർക്ക് എന്നുള്ളതാണ്. ഈ റിപ്പോർട്ടും അതുപോലെ തന്നെ കേച്ചിപ്പ് നിർമ്മാണത്തിലെ അപാകത എന്നീ വിഷയങ്ങളിലും കൃത്യമായി തന്നെ ചർച്ച നടത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത്. 3 മാസത്തിന് ശേഷം നിരവധി വിഷയങ്ങൾ, അതായത് ഫിനാൻസ് ഓഫീസർ തസ്തിക ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർവകലാശാലയിലെ പ്രൊജക്ട് ഓഡിറ്റുകളൊന്നും തന്നെ നിലവിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ തസ്തികയിൽ നിയമനം നടത്തുന്ന കാര്യം ഉൾപ്പെടെ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. പ്രധാനമായും ഈ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർ നൽകിയ റിപ്പോർട്ടും ഒപ്പം കേച്ചിപ്പ് നിർമ്മാണത്തിലെ അപാകതയുമായിരിക്കും ചർച്ച ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും രാവിലെ 11 മണിക്ക് തന്നെ യോഗം ആരംഭിക്കും എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. SKN. താങ്ക് യു റിനു ശ്രീധർ.